ഹായ് മക്കളെ, നമ്മളിന്ന് നോക്കാൻ പോകുന്ന ചാപ്റ്റർ 10ാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രിയുടെ ആദ്യത്തെ ചാപ്റ്ററായ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമർസം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇതിനകത്ത് നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വന്നാൽ എങ്ങനെ പേര് കൊടുക്കാം, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ എങ്ങനെ പേര് കൊടുക്കും എന്നൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ എങ്ങനെ പേര് കൊടുക്കുക എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പഴയതുപോലെ തന്നെ നമ്മുടെ മെയിൻ ചെയിനെ സെലക്ട് ചെയ്യണം. ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റമുള്ളത് ആരാണോ അയാളെ മെയിൻ ചെയിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടൊക്കെ നമ്പറിങ് ചെയ്യുക. നമ്മൾ ഒരു ബ്രാഞ്ച് ഉള്ളപ്പോൾ ചെയ്ത് ഇത്രയും വരെ സ്റ്റെപ്പ് ഇവിടെ സിമിലർ തന്നെയാണ്, നമ്മൾ നമ്പറിങ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പോഴാണോ ഈ രണ്ട് ബ്രാഞ്ചസിനും ചെറിയ നമ്പർ കിട്ടുന്നത്, ഏത് രീതിയിൽ പോകുമ്പോഴാണോ ചെറിയ നമ്പർ കിട്ടുന്നത്, അത് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു താഴെ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കോമ്പൗണ്ട് കണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനകത്ത് മെയിൻ ചെയിനെ തിരഞ്ഞെടുക്കണം. നമ്മുടെ മെയിൻ ചെയിൻ ആരാടാ? ഇവരല്ലേ നമ്മുടെ മെയിൻ ചെയിനായിട്ട് വരുന്നത്. ഇവരായിരിക്കും നമ്മുടെ മെയിൻ ചെയിൻ. കാരണം ഇവരിലാണ് 1 2 3 4 5 6 കാർബൺ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ചെയിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് ഈ കോമ്പൗണ്ടിന് നമ്പർ ഇട്ട് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമുക്ക് നമ്പർ ഇട്ടാലോ? എന്ത് വരും? 1 2 3 4 5 6. അപ്പോൾ നമ്മളിങ്ങനെ നമ്പർ ഇട്ടപ്പം ബ്രാഞ്ച് വന്നേക്കുന്നവർക്ക് കിട്ടിയേക്കുന്ന നമ്പർ ഏതൊക്കെയാണ്? 2ഉം പിന്നെ കിട്ടിയേക്കുന്നത് 4ഉം ആണല്ലേ. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് നമ്പർ ചെയ്ത് നോക്കാം. തിരിച്ച് നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ത് കിട്ടുവാടാ? ഇവിടുന്ന് 1 തുടങ്ങി 1 2 3 4 5 6. അപ്പം ബ്രാഞ്ചിന് കിട്ടിയേക്കുന്ന നമ്പർ ഏതൊക്കെയാണ്? ഒന്ന് 3ഉം പിന്നെ ഒന്ന് 5ഉമാണ് കിട്ടിയേക്കുന്നത് അല്ലേ. അപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഇട്ടപ്പം 2ഉം 4ഉം വന്നു. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഇട്ടപ്പോൾ നമുക്ക് ഏത് കിട്ടിയടാ? 3ഉം 5ഉം ആണ് വന്നേക്കുന്നത്. ഇനി നമ്മൾ ഇവരെ തമ്മിലൊന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. ഈ 2 + 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. ഓക്കെ, ഈ 3 + 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8ആണ് കിട്ടുന്നത്. അപ്പോൾ ചെറിയ നമ്പർ നിങ്ങളിങ്ങനെ സം എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടി സ്പീഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ 2 + 4 = 6. അപ്പം ചെറിയ നമ്പറിങ് ഏതാ? നമ്മൾ ഈ റെഡിൽ എഴുതിയേക്കുന്നത് ശരി. കാരണം 3ഉം 5ഉം വരുമ്പോൾ അത് ഇത്തിരിയും കൂടി വലിയ സംഖ്യ 8ലോട്ട് പോകുന്നുണ്ട് അവരുടെ സമ്മ്. അപ്പം നിങ്ങളിങ്ങനെ നോക്കുന്നതായിരിക്കും ഇത്തിരിയും കൂടി നല്ലത്. അപ്പോൾ 2ഉം 4ഉം, അതായത് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാലും മതി. ലെഫ്റ്റിൽ നിന്ന് നമ്മൾ നമ്പർ ഇട്ടാലും റൈറ്റിൽ നിന്ന് നമ്പർ ഇട്ടാലും നമ്മുടെ ആദ്യത്തെ ബ്രാഞ്ചിന് ചെറിയ സംഖ്യ കിട്ടുന്നത് എപ്പോഴാണെന്ന് നോക്കുക. ഞാൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ഇട്ടപ്പം എൻ്റെ ആദ്യത്തെ ബ്രാഞ്ചിന് 2 കിട്ടി. പക്ഷേ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഇട്ടപ്പോൾ എൻ്റെ ആദ്യത്തെ ബ്രാഞ്ചിന് കിട്ടിയേക്കുന്നത് 3ആണ്. അപ്പോൾ ആ ചെറിയ സംഖ്യ കിട്ടിയത്, ആദ്യത്തെ ബ്രാഞ്ചിന് ചെറിയ സംഖ്യ കിട്ടിയത് എപ്പോഴാണെന്ന് നോക്കിയാലും മതി. അപ്പം ഞാനിപ്പോൾ ഇവിടെ സം ചെയ്ത് നോക്കിയപ്പോൾ 6 എന്നും 8 എന്നും കിട്ടി. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഈ റെഡിൽ എഴുതിയേക്കുന്നതാണ് കറക്റ്റ് നമ്പറിങ് എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ കറക്റ്റ് വേ ഓഫ് നമ്പറിങ് എന്ന് പറയുന്നത് ഏതാ വരുന്നത്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് വേ ഓഫ് നമ്പറിങ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് കേട്ടോ. ഇനി അപ്പോൾ പൊസിഷൻ നമ്പർ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച്. അപ്പോൾ ഫസ്റ്റ് ബ്രാഞ്ചിൻ്റെ നമ്പർ എത്ര വരും? 2 എന്നാണല്ലേ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദ ബ്രാഞ്ചസ്. അപ്പോൾ ആരൊക്കെ വരും? 2ഉം 4ഉം. ഇത് ഓൾറെഡി ടീച്ചർ തന്നിട്ടുണ്ട്. ഓക്കെ, ഏത് വരും? 2ഉം 4ഉം ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ഇനി ഈ സെയിം ബ്രാഞ്ചിൽ തന്നെ നമ്മൾ ഇപ്പം സെയിം ചെയിനിൽ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വരവല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവരെ പറയുമ്പം ഇപ്പം ഇവിടെ നോക്കുമ്പോൾ 2 CH3 ഇല്ലേ. അപ്പം നമ്മളിവിടെ 2 പേരുള്ളതുകൊണ്ട് എന്തെന്ന് പറയും? ഡൈ എന്ന് പറയും. അങ്ങനെ 3 പേരുണ്ടെങ്കിൽ എന്ത് പറയും? ഇവിടെ ട്രൈ എന്ന് പറയും. 4 പേരാണെങ്കിലോ ടെട്ര എന്ന് പറയും. ഓക്കെ, 4 വരെ പൊതുവേ ചോദിക്കാറുള്ളൂ, ടെട്ര എന്ന് വരും. അപ്പം ഈ ഐഡൻറ്റിക്കൽ, അതായത് ഒരേ കാർബണിൽ തന്നെയാണ് 2 ബ്രാഞ്ച് വരുന്നതെങ്കിൽ നമ്മൾ അവരുടെ നമ്പർ ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ കോമ കൊടുക്കണം. ഇപ്പം 2ൽ തന്നെ 2 വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇങ്ങനെ എഴുതിപ്പോയപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ടീച്ചർ കാണിച്ചു തരാം. ഇങ്ങനെയാണ് പോയേക്കുന്നത്. ഇവിടെ ഹൈഡ്രജനൊക്കെ ഉണ്ട്, എന്നാൽ പോലും ഇവിടെയാണ് ഈ കാർബണിൽ തന്നെ 2 ബ്രാഞ്ചും വന്ന് ഇതെൻ്റെ മെയിൻ ചെയിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തു. ഇവിടെ തന്നെ 2 വന്നെങ്കിൽ ഞാൻ ഇവിടെ നമ്പറിങ് കൊടുക്കുമ്പം ഇവിടുത്തെ നമ്പർ ഇപ്പം ഞാൻ ഇവിടുന്ന് അപ്പം നമ്പർ കൊടുക്കുമ്പോൾ എങ്ങനെ ഇടും? 1 2 3 4 ഹൈഡ്രജൻ ഉണ്ട് കേട്ടോ. പിന്നെ എന്ത് വരും? അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇതിൻ്റെ പേര് എഴുതുമ്പോൾ 2,2 എന്ന് കൊടുക്കണമെന്നാണ് ഈ കാണിച്ചേക്കുന്നത്. ദ പൊസിഷൻ നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ ബ്രാഞ്ചസ് ഷുഡ് ബി സെപ്പറേറ്റഡ് ബൈ കോമാസ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, നമുക്ക് ഇവരെ വെച്ചൊന്ന് പേര് പറഞ്ഞ് നോക്കാം. അപ്പം ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങളുടെ മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം. ഇതിനകത്ത് ആരാടാ മെയിൻ ചെയിൻ? ആരാ? ഇതല്ലേ നമ്മുടെ മെയിൻ ചെയിനായിട്ട് കിട്ടുന്നത്. ഇവരായിരിക്കും നമ്മുടെ മെയിൻ ചെയിൻ. കാരണം ഇവരിൽ 6 1 7 കാർബൺ ഉണ്ട് അല്ലേ, 7 കാർബൺ ഉണ്ട്. ഇവരായിരിക്കും നമ്മുടെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. അപ്പം നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ എന്ന് പറയുമ്പോൾ എത്ര പേര് വരും? 7 വരും.
ഓക്കെ, ഇനി നമ്പർ ഓഫ് ബ്രാഞ്ചസ്, എത്ര ബ്രാഞ്ച് ഉണ്ട് ഇവിടെ? ഇതൊരു ബ്രാഞ്ചാണ്, അതുപോലെ ഇതൊരു ബ്രാഞ്ചാണ്, അതുപോലെ തന്നെ ഇതും ഒരു ബ്രാഞ്ചാണ്. അപ്പൊ എത്ര ബ്രാഞ്ച് ഉണ്ടടാ? 2 ബ്രാഞ്ച് ഉണ്ടല്ലേ? അപ്പൊ 2. ഇനി നെയിം ഓഫ് ബ്രാഞ്ചസ്, നമുക്ക് ഇന്നലെ നെയിം നമ്മൾ പറഞ്ഞായിരുന്നു. ആരാ ഇവര്? CH3 വരുമ്പോ ഇവരാരാ? മീത്തൈൽ അല്ലേ? ഇവര് CH3 വരുമ്പോ ആരാടാ? മീത്തൈലാണ്. ഇത് മീത്തൈൽ എന്ന് വരും. ഓക്കെ, ഇനി പൊസിഷൻ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച് വൈൽ നമ്പറിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇനി നമുക്ക് നമ്പറിംഗ് ചെയ്ത് നോക്കാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ചെയ്ത് നോക്കാം. അപ്പൊ എങ്ങനെ വരും? 1 2 3 4 5 6 7 അല്ലെ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്മൾ നമ്പറിംഗ് ചെയ്തു. അപ്പൊ അവർ ചോദിച്ചേക്കണം, ഇതല്ലേ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ആദ്യത്തെ ബ്രാഞ്ച് ഇതല്ലേ? അങ്ങനെയാണെങ്കിൽ അവരുടെ നമ്പർ എത്ര വരുവടാ? 3 എന്നാണ് വരുന്നത്. എത്ര കിട്ടും? 3 എന്നാണ് കിട്ടുന്നത്. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 അല്ലേ? 7. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ബ്രാഞ്ചിൽ കിട്ടുന്ന ചെറിയ സംഖ്യ ഏതാടാ? 2 അല്ലേ? അപ്പൊ 2 ആണ്. അപ്പൊ കറക്റ്റ് വേ ഓഫ് നമ്പറിംഗ് എന്ന് പറയുന്നത് ഏതാ? ചെറിയ സംഖ്യ കിട്ടണം. നിങ്ങൾ ഇങ്ങനെ നോക്കി സം എടുത്ത് നോക്കിയാലും മതി. സം എടുത്ത് നോക്കുമ്പോൾ ഈ വയലറ്റ് കളറിൽ എഴുതിയേക്കുന്നതിന്റെ സം എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? 3ലും ബ്രാഞ്ച് ഉണ്ട്, 6ലും ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ 3 + 6 = 9 എന്ന് കിട്ടി. ഇനി യെല്ലോയിൽ കൊടുത്തത്, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എടുത്തത് എങ്ങനെ വന്നടാ? 2ലും 5ലും. അപ്പൊ 2 + 5 7 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ചെറിയ സംഖ്യ ഏതാ? ഈ യെല്ലോയിൽ എഴുതിയേക്കുന്നതല്ലേ കറക്റ്റ്? ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കാം, അല്ലെങ്കിൽ ആദ്യത്തെ ബ്രാഞ്ചിന് എവിടുന്ന് നമ്മൾ നമ്പറിങ് തുടങ്ങുന്നോ അവിടുന്ന് തുടങ്ങി വരുമ്പോൾ ആദ്യം കാണുന്ന ബ്രാഞ്ചിന് ചെറിയ സംഖ്യ കിട്ടുന്നത് എപ്പോഴാണോ അതായിരിക്കും കറക്റ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോയപ്പം ആദ്യം കണ്ട ബ്രാഞ്ചിന് 2 കിട്ടി അല്ലേ? 2 കിട്ടി. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോയപ്പോൾ ആദ്യം കണ്ട ബ്രാഞ്ചിന് കിട്ടുന്ന നമ്പർ 3 അതുകൊണ്ട് നമ്മൾ ആ 2 വരുന്നത് ശരിയാണെന്ന് എടുത്തു. ഓക്കെ, അപ്പൊ കറക്റ്റ് വേ ഓഫ് നമ്പറിംഗ് എന്ന് പറയുന്നത് ഏതാ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുന്നത്. അപ്പൊ റൈറ്റ് ടു ലെഫ്റ്റ്. ഓക്കെ, റൈറ്റ് ടു ലെഫ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത് കറക്റ്റ് പൊസിഷൻ നമ്പേഴ്സ് ഓഫ് ബ്രാഞ്ചസ്. അപ്പം പൊസിഷൻ നമ്പർ ഏതൊക്കെ വരും? 2ഉം 5ഉം വരും അല്ലേ? 2ഉം 5ഉം ആണ് വരുന്നത്. ഓക്കെ, എടാ നമുക്കിനി ഇതിന്റെ വേർഡ് റൂട്ട് എന്ത് വരും? 7 കാർബൺ അല്ലേ നമ്മുടെ മെയിൻ ചെയിൻ ഉള്ളത്. അപ്പൊ വേർഡ് റൂട്ട് വരുമ്പോ എത്രയെന്ന് കിട്ടും? ഹെപ്റ്റ് എന്ന് കിട്ടും അല്ലേ? ഹെപ്റ്റ് എന്നായിരിക്കും കിട്ടുന്നത്. സഫിക്സ് മൊത്തം സിംഗിൾ ബോണ്ട് അല്ലേടാ? ഇതിന്റെ ഇടയിലൊക്കെ മൊത്തം സിംഗിൾ ബോണ്ട് അല്ലേ? അതുകൊണ്ട് സഫിക്സ് എന്താ വരുന്നത്? ANE അല്ലേ? എയിൻ. സാച്ചുറേറ്റഡ് ആയതുകൊണ്ട് എയിൻ എന്ന് വരും. അപ്പൊ ഇവരുടെ IUPAC നെയിം, IUPAC നെയിം എന്ത് വരും? നമ്മൾ നെയിം ചെയ്യുമ്പം ആദ്യം ചെയ്യേണ്ടത് ഈ നമ്പർ പറയുക. എവിടെയൊക്കെയാ? 2ലും 5ലും പിന്നെ ഹൈഫൺ കൊടുക്കണം അല്ലേ? എത്രയാ? 2 അല്ലേ? 2 ബ്രാഞ്ച് ഉണ്ടല്ലോ, 2 CH3 ഉണ്ട്. അതുകൊണ്ട് ഡൈ മീതൈൽ. നമ്മുടെ ഇനി വേർഡ് റൂട്ട് പറ. ഹെപ്റ്റ് എയിൻ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്പർ പറയുന്നു, കോമ കൊടുക്കുന്നു, മീതൈൽ ഹെപ്റ്റേൻ അങ്ങനെ പറയുക ചെയ്തുകൊണ്ടിരുന്ന. പക്ഷെ ഇവിടെ 2 വന്നുകൊണ്ട് 2 നമ്പർ വന്നു, അവരുടെ ഇടയിൽ കോമ കൊടുക്കണം. എന്നിട്ട് 2 ഉള്ളതുകൊണ്ട് ഈ ഡൈ പറയാൻ മറന്നു പോകരുത്. ഡൈ മീതൈൽ ഹെപ്റ്റേൻ എന്ന് വരും. അപ്പൊ എടാ നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ റൂളൊക്കെ എങ്ങനെയാ പോകുന്നത്? ഏറ്റവും നീളമുള്ള കാർബൺ ചെയിനെ നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് വരുമ്പം ഏറ്റവും കൂടുതൽ നീളമുള്ള കാർബൺ ചെയിനെ നിങ്ങൾ എന്തായിട്ട് തിരഞ്ഞെടുക്കുക? നമ്മുടെ മെയിൻ ചെയിൻ ആയിട്ട് തിരഞ്ഞെടുക്കുക. പിന്നെ 2 അറ്റത്തു നിന്നും നമ്മൾ എന്ത് ചെയ്യുക? നമ്പറിങ് നടത്തുക. പിന്നെ ഈ ബ്രാഞ്ചിന്റെ പൊസിഷൻ നോക്കണം. 2 അറ്റത്ത് നിന്ന് നമ്പറിങ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഞ്ചിന്റെ പൊസിഷൻ നോക്കണം. അപ്പൊ ചെറിയ നമ്പർ എവിടെയാണോ കിട്ടുന്നത് അവരെ അങ്ങ് സാധാരണയായിട്ട് തിരഞ്ഞെടുക്കുക. പിന്നെ എത്രണ്ണം ഉണ്ടോ അതൊന്ന് നോക്കി ഡൈ, ട്രൈ, ടെട്ര അങ്ങനെ നമ്പർ കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എഴുതുക. ഇപ്പൊ നമ്മൾ എന്താ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം 2ലും 5ലും 2 മീതൈലുണ്ട് അല്ലെ? 2ലും ഒരു മീതൈലുണ്ട്, 5ലും ഒരു മീതൈലുണ്ട്. അതുകൊണ്ടാണ് ഡൈ മീതൈൽ. 2ലും 5ലും ഒരെണ്ണം. ഇവിടെ ഡൈ മീതൈൽ 7 കാർബൺ ഉള്ളതുകൊണ്ട് ഹെപ്റ്റ്. ഓക്കെ, ഹെപ്റ്റ് മൊത്തം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എയിൻ എന്ന് ചേർക്കും. ഇപ്പൊ 2,5 ഡൈ മീതൈൽ ഹെപ്റ്റേൻ എന്ന് വരത്തില്ലേ? അടുത്തൊരു കോമ്പൗണ്ട് നമുക്ക് നോക്കാം. ഈ കോമ്പൗണ്ട് കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഇനി ഇവരുടെ പേര് കൊടുക്കണം. അപ്പം ആദ്യം എന്ത് ചെയ്യുക? നമ്മുടെ മെയിൻ ചെയിൻ അങ്ങ് സെലക്ട് ചെയ്യുക. ആര് വരുവാടാ മെയിൻ ചെയിൻ? 1 2 3 4 5 ഇവരാണ് മെയിൻ ചെയിൻ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം 1 2 3 4 5 ഇതോ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കാം. വേണമെങ്കിൽ 1 2 3 4 5 ഇവരെ വേണമെങ്കിൽ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ 1 2 3 4 5 എങ്ങനെ എടുത്താലും ഇപ്പൊ 5 വരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഈ സ്ട്രെയിറ്റ് വെച്ച് അങ്ങ് പിടിക്കുക. സ്ട്രെയിറ്റിൽ തന്നെ നമുക്ക് എടുക്കാം. ഇതാണ് മെയിൻ ചെയിൻ ആയിട്ട് എടുത്തേക്കുന്നത്. ഇത് രണ്ടും എന്ത് വരുവടാ? ഇത് രണ്ടും ബ്രാഞ്ച് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിനുള്ള നമ്പർ ഓഫ് കാർബൺ ആറ്റം എത്ര വരും? 5 ആണ് വരുന്നത്. ഓക്കെ,
നമ്പർ ഓഫ് ബ്രാഞ്ചസ്, എത്ര ബ്രാഞ്ച് ഉണ്ട്? 2 ബ്രാഞ്ച് ഉണ്ട് അല്ലേ. നെയിം ഓഫ് ബ്രാഞ്ചസ്, ബ്രാഞ്ചസിന്റെ പേരെന്താ? മീതൈൽ അല്ലേ നമുക്ക് തന്നേക്കുന്ന, ഒരു കാർബൺ അല്ലേ ഉള്ളു, അപ്പൊ മീതൈൽ വരും. ഇനി നമുക്ക് നോക്കാം പൊസിഷൻ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച് വയൽ നമ്പറിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് കൊടുക്കുമ്പോഴുള്ള പൊസിഷൻ നമുക്ക് നോക്കാം. ദേ നമുക്ക് നമ്പർ ചെയ്തേ ആദ്യം. 1 2 3 4 5. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ബ്രാഞ്ചിന്റെ പൊസിഷൻ എവിടെയാണ് വന്നത്? 2-ലാണല്ലേ വന്നത്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് കൊടുത്തപ്പം. ഇനി നമുക്ക് തിരിച്ച് ചെയ്യാം. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 1 2 3 4 5. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ബ്രാഞ്ചിന്റെ എവിടെ വന്നു? അതും 2-ൽ തന്നെ വന്നല്ലേ. അപ്പൊ നമുക്ക് കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എങ്ങനെ പോയാലും എങ്ങനെ കിട്ടും? 2 വയലറ്റില് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോയപ്പോഴും 2ഉം 4ഉം കിട്ടി. തിരിച്ച് അവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വന്നപ്പോഴും കിട്ടിയത് 2ഉം 4ഉം ആണ്. അപ്പൊ എങ്ങനെ എടുത്താലും എത്ര കിട്ടുന്നത്? 6 തന്നെയാണ് കിട്ടുന്നത്. സോ എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പൊ കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദ ബ്രാഞ്ചസ് ഏതൊക്കെ വരുവാടാ? 2ഉം 4ഉം വരും. ഇതെങ്ങനെ എടുത്താലും ശരിയാ, 2ഉം 4ഉം. ഇനി വേർഡ് റൂട്ട് എന്ത് വരും? നമ്മുടെ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ ഉണ്ടല്ലേ. അപ്പൊ വേർഡ് റൂട്ട് വരുന്നത് പെന്റ് ആയിരിക്കും. സഫിക്സ് എന്ത് വരും? എല്ലാം സിംഗിൾ ബോണ്ട് അല്ലേ, അത് സഫിക്സ് വരുന്ന എന്തായിരിക്കും? ANE എന്നായിരിക്കും വരുന്നത്. ഇനി IUPAC നെയിം എന്ത് വരും? 2,4 ഡൈ മീതൈൽ പെന്റെയിൻ എന്ന് വരും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? 2,4 ഡൈ മീതൈൽ പെന്റെയിൻ. രണ്ടാമത്തേനകത്തും നാലാമത്തേനകത്തും ഇടയിൽ കോമ ഇടുക, പിന്നെ ഹൈഫൺ കൊടുക്കുക. നമ്പറിനും ലെറ്ററിനും ഇടയിൽ ഹൈഫൺ കൊടുക്കുക. ഡൈ 2 ഉള്ളതുകൊണ്ട് ഡൈ മീതൈൽ. ആരാ ഉള്ളത്? മീതൈൽ അല്ലേ ഉള്ളത്. ഡൈ മീതൈൽ പെന്റെയിൻ എന്നായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ 2 ബ്രാഞ്ച് വന്നാൽ എങ്ങനെയായിരിക്കും നോക്കി. ഇനി 3 ബ്രാഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് നോക്കാം. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ അങ്ങ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടൊക്കെ നമ്മൾ നമ്പർ ഇട്ടു. അപ്പം നമ്മൾ റൈറ്റിൽ നിന്ന് ഇട്ട് പോയപ്പോഴും ലെഫ്റ്റിൽ നിന്ന് ഇട്ട് പോയപ്പോഴും ആദ്യത്തെ കാർബണ് ഒരേപോലത്തെ നമ്പറാ കിട്ടിയെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ നോക്കുക, ലെഫ്റ്റിൽ നിന്ന് വരുമ്പോൾ റൈറ്റിൽ നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ കാർബണെ നോക്കുക, ബ്രാഞ്ച് ഉള്ള രണ്ടാമത്തെ കാർബണെ നോക്കുക. അതിൽ ആർക്കാണോ ചെറിയ നമ്പർ കിട്ടുന്നത് ആ നമ്പറിങ് തിരഞ്ഞെടുക്കുക. ഒരു എക്സാമ്പിൾ അതാണ് ഈ എഴുതി തന്നേക്കുന്നത്, നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇയാളെ കണ്ടോ? നമ്മുടെ മെയിൻ ചെയിൻ ആര് വരുവടാ? ഒന്ന് സെലക്ട് ചെയ്തേ. ആരാ വരുന്നത്? 1 2 3 4 5 6. ഇതല്ലേ നമ്മുടെ മെയിൻ ചെയിൻ ആയിട്ട് വരുന്നത്. 1 2 3 4 5 6. ഇങ്ങനെ വേണമെങ്കിലും മെയിൻ ചെയിനെ സെലക്ട് ചെയ്യാം. അപ്പൊ മാക്സിമം നിങ്ങൾ എല്ലാ വഴിയും നോക്കുക. 1 2 3 4 5 വരുന്നുള്ളൂ, ബാക്കിയെല്ലാം 6 എണ്ണം കിട്ടി. അപ്പം നിങ്ങളുടെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ആരാ? മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ളത് ഇവരാണ് നമ്മുടെ മെയിൻ ചെയിൻ ആയിട്ട് വന്നേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും നമുക്ക് പേരിട്ട് നോക്കാം അല്ലെ. ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും പേരിട്ട് നോക്കുക. നമ്മൾ ഇവിടുന്ന് തുടങ്ങി. ഇപ്പൊ ബ്രാഞ്ച് ആരൊക്കെയാ? നിങ്ങൾ ബ്രാഞ്ചിനൊന്ന് കാണിച്ചു തന്നെ. ഇതൊരു ബ്രാഞ്ചാണ്, ഇതൊരു ബ്രാഞ്ചാണ്, ഇതൊരു ബ്രാഞ്ചാണ് അല്ലെ. അപ്പൊ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് പേരിടുക. പേരിട്ട് വരുമ്പോ എന്ത് കിട്ടും? ഇവിടെയാണെങ്കിൽ ഞാൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് കൊടുക്കുക. 1 2 3 4 5 6. ഓക്കെ, ഇങ്ങനെ കിട്ടി അല്ലേ. ഇനി ഞാൻ തിരിച്ച് നമ്മൾ നമ്പർ കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? 1 2 3 4 5 6 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിനകത്ത് ഇപ്പൊ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 എണ്ണമില്ലേ. അപ്പം 6. ഇനി നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഏതൊക്കെയാ വരുന്നത് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഏതാ? ഞാൻ പറഞ്ഞു നമ്മൾ ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഇട്ട് പോയപ്പോഴും ആദ്യത്തെ കാർബൺ 2 എന്ന് കിട്ടി. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോയപ്പോഴും ആദ്യത്തെ കാർബൺ 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത റൂൾ എന്താ? ഇപ്പൊ ബ്രാഞ്ച് 3 എണ്ണം ഉണ്ടല്ലോ. ഇനി നമ്മൾ രണ്ടാമത്തെ കാർബൺ നോക്കുക. ഞാൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പം രണ്ടാമത്തെ കാർബൺ കിട്ടുന്ന സംഖ്യ എത്രയാ? 4 ആ വരുന്നത്. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടുള്ള കേസിൽ നമുക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 2. ആദ്യത്തെ സംഖ്യ 2 എന്ന് കിട്ടി. ഞാൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുന്ന കേസിലും ആദ്യത്തെ സംഖ്യ എത്ര കിട്ടി? 2 എന്ന് കിട്ടി അല്ലേ. ഇനി നോക്കിക്കേ, ലെഫ്റ്റ് ടു റൈറ്റ് രണ്ടാമത്തെ സംഖ്യ എത്ര കിട്ടുന്നത്? 4 ആണ് കിട്ടുന്നത്. മൂന്നാമത്തെ സംഖ്യ ആണെങ്കിൽ 5 ആണ് കിട്ടുന്നത്. തിരിച്ചാണെങ്കിലോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ആദ്യത്തെ സംഖ്യ 2 എന്ന് കിട്ടി, രണ്ടാമത്തെ സംഖ്യ 3 എന്ന് കിട്ടി, മൂന്നാമത്തെ സംഖ്യ എത്ര കിട്ടി?
5 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യത്തെ സംഖ്യ ഒരേപോലെ ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ ചെറുത് ഏതാണോ വരുന്നത് അതായിരിക്കും കറക്റ്റ് എന്ന്. അപ്പൊ രണ്ടാമത്തെ നമ്പർ 3 ഇതല്ലേ ചെറിയത് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുന്നത് ആ മെത്തേഡാണ് ഇവിടെ എടുക്കേണ്ടത് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയേ നമ്പർ ഓഫ് ബ്രാഞ്ചസ്. എത്ര ബ്രാഞ്ച് ഉണ്ടടാ? ഇവിടെ എത്ര ബ്രാഞ്ച് ഉണ്ട്? 1 2 3 ബ്രാഞ്ച് ഉണ്ടല്ലേ. നെയിം ഓഫ് ബ്രാഞ്ചസ് ആരാ വരുന്നത്? മൊത്തം വരുന്ന ബ്രാഞ്ചിൽ ആരാ? CH3 അല്ലേ. അപ്പൊ ആര് വരുവടാ? മീതയിലായിരിക്കും വരുന്നത്. ആര് വരുവടാ? മീതയിൽ വരും. അപ്പൊ അതേ നോക്കിക്കേടാ, ഇവിടുത്തെ ബ്രാഞ്ച് ആരാടാ? മീതയിലല്ലേ വരുന്നത്. 3 സ്ഥലത്തും ആരാടാ വരുന്നത്? മീതയിലാണ് നമ്മുടെ ബ്രാഞ്ച് ആയിട്ട് വരുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ പൊസിഷൻ നമ്പർ ഓഫ് ദ ബ്രാഞ്ചസ് ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുമ്പോൾ പൊസിഷൻ നമ്പർ ഏതൊക്കെയാ വരുന്നത്? 2 4 5 അല്ലേ. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടോ 2 3 5. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യത്തെ സംഖ്യ ഒരേപോലെ ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ചെറുത് ഏതാണോ അത് തിരഞ്ഞെടുക്കണം. അപ്പൊ ആരാ കറക്റ്റ് പൊസിഷൻ നമ്പർ ഏതാ വരുന്നത്? 2 3 5 ആ വരുന്നത്. അപ്പൊ ഇതിന്റെ പേര് എന്ത് വരുവടാ? 2 3 5 ഹൈഫൺ കൊടുത്തിട്ട് ആരാ വരുന്നത്? 3 എണ്ണം വന്നില്ലേ. അപ്പൊ ആര് വരും? ട്രൈ മീതയിൽ ഹെക്സൈൻ എന്ന് കിട്ടും. ഇതായിരിക്കും പേരായിട്ട് വരുന്നത്. 2 3 5 ട്രൈ മീതയിൽ ഹെക്സൈൻ. ഓക്കെ അല്ലേ. ഇനി അടുത്തത് ഇവരെ ഒന്ന് പേരിട്ട് നോക്കിക്കേ. ഇനി നമ്മൾ ഇവരകത്ത് ആദ്യം എന്ത് ചെയ്യണം? ഇവരുടെ മെയിൻ ചെയിൻ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. മെയിൻ ചെയിൻ കണ്ടുപിടിച്ചേ. 1 2 3 ഇത് വേണം മെയിൻ ചെയിൻ ആകാം, ഇത് വേണമെങ്കിൽ മെയിൻ ചെയിൻ ആകാം, അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ മെയിൻ ചെയിൻ ആക്കാം. എങ്ങനെ എടുത്താലും മെയിൻ ചെയിനിൽ എത്ര വരത്തുള്ളൂ? 3 കാർബൺ ആറ്റേ വരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആളെ തന്നെ അങ്ങോട്ട് മെയിൻ ചെയിൻ ആയിട്ട് തിരഞ്ഞെടുത്തു. അപ്പൊ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ എത്ര പേരുണ്ടടാ? 3 പേരുണ്ടല്ലേ. അപ്പൊ 3 എന്ന് കൊടുത്തു. നമ്പർ ഓഫ് ബ്രാഞ്ചസ് എത്ര ബ്രാഞ്ച് ഉണ്ട്? ഇത് മെയിൻ ചെയിൻ ആയി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ബ്രാഞ്ച് ആരൊക്കെയാ? ഇതും അല്ലേ ബ്രാഞ്ച്. അപ്പൊ എത്ര ബ്രാഞ്ച് ഉണ്ടടാ? 2 ബ്രാഞ്ച് ഉണ്ടല്ലേ. നെയിം ഓഫ് ബ്രാഞ്ചസ്, ബ്രാഞ്ചസിന്റെ പേരെന്തൊക്കെയാ? ആരാ വന്നേക്കുന്നത്? മീതയിലല്ലേ വന്നേക്കുന്നത്. അപ്പൊ മീതയിൽ, രണ്ടുപേർക്കും മീതയിൽ തന്നെയാ. പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് ഞാൻ ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടൊക്കെ നമ്പർ ചെയ്ത് നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്പർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടുന്ന് നോക്കാം. 1 2 3 തിരിച്ച് ചെയ്താലുവോ? 1 2 3 എങ്ങനെ പോയാലും 2 തന്നെ കിട്ടുന്നു. അപ്പൊ പൊസിഷൻ ഓഫ് ബ്രാഞ്ചസ് എന്ത് വരും? 2 2 വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ UPSC നെയിം എന്ത് വരും? 2 2 ഡൈ മീതയിൽ 3 കാർബൺ അല്ലേ. അപ്പൊ എന്ത് ആരാ വരുന്ന വേർഡ് റൂട്ട്? പ്രൊപ്പ്. സിംഗിൾ ബോണ്ട് അല്ലേ ഉള്ളത്. അപ്പൊ എന്ത് വരും? എയിൻ എന്ന് വരും. 2 2 ഡൈമീതയിൽ പ്രൊപ്പൈൻ എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ. എടാ മക്കളെ ഇങ്ങനൊരു കോമ്പൗണ്ടാണ് തന്നേക്കുന്നതെന്ന് വിചാരിച്ചോ. നമുക്ക് ഇവരുടെ നെയിം ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മെയിൻ ചെയിനെ കണ്ടുപിടിക്കണം അല്ലേ. എല്ലാ രീതിയിൽ നോക്കണം മെയിൻ ചെയിൻ കിട്ടുന്നത് എങ്ങനെയാന്ന്. നോക്കിക്കേ 1 2 3 4 ഇങ്ങനെ ഒരു മെയിൻ ചെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും എന്തായിട്ട് വരും? ബ്രാഞ്ച് ആയിട്ട് വരും അല്ലേ. 1 2 3 4 5 ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 5 കാർബണേയും കിട്ടും. ഇവർ രണ്ടുപേരും ബ്രാഞ്ച് ആയിട്ട് വരും അല്ലേ. പിന്നെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവര് മെയിൻ ചെയിൻ, ഇവര് ബ്രാഞ്ച്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 കാർബണാറ്റമുള്ള ഒരു മെയിൻ ചെയിനെ കിട്ടും. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കാർബണാറ്റം എപ്പോഴാണ് കിട്ടിയത്? ഇതിങ്ങനെ മെയിൻ ചെയിൻ എടുത്തപ്പോഴല്ലേ ഏറ്റവും കൂടുതൽ കാർബണാറ്റം കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ പേരെന്ത് വരും? നമുക്കിനി ഇവർക്ക് നമ്പറിങ് ചെയ്ത് നോക്കാം. നമ്മൾ നമ്പറിങ് ചെയ്യണം അല്ലേ. ബ്രാഞ്ചിനെയൊക്കെ കിട്ടി നമ്പറിങ് ചെയ്യുക. നമ്മൾ ഇവിടുന്ന് നമ്പറിങ് കൊടുത്തു. അപ്പൊ 1 2 3 4 5 ഇങ്ങനെ പോയി. ഇനി നമുക്ക് തിരിച്ചു കൊടുത്താലോ? 1 2 3 4 5. അപ്പൊ എങ്ങനെ കൊടുത്താലും നമ്മുടെ ബ്രാഞ്ചസിന് കിട്ടുന്നത് 3 3 ആയിരിക്കും അല്ലേ. അപ്പൊ പേരെന്ത് വരുവടാ? 3 3 2 മീതയിലല്ലേ ഉള്ളത്. ഡൈ മീതയിൽ 5 കാർബണാറ്റം മെയിൻ ചെയിനുള്ളത്. പെൻഡ് എയിൻ ഇതായിരിക്കും പേര് വരുന്നത്. 3 3 ഡൈ മീതയിൽ പെൻറ്റെയിൻ എന്ന് കിട്ടും. ഓക്കെ അല്ലേ. എടാ മക്കളെ ഇനി പേര് തന്നിട്ടുണ്ട്, അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ വേണ്ടി ചോദിക്കും. അപ്പം IUPAC നെയിം തന്നിട്ട് സ്ട്രക്ചർ വേണം. ഓക്കെ, അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരു എക്സാമ്പിൾ തരാം. 2 3 ഡൈമീതയിൽ പെൻറ്റെയിൻ. അങ്ങനെയാണെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ഇവരെ അങ്ങ് കട്ട് ചെയ്യുക. എവിടെ വെച്ച് കട്ട് ചെയ്യണം? 2 3 വെച്ച് അങ്ങ് കട്ട് ചെയ്യുക. 2 പേരുണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഡൈമീതയിൽ പെൻറ്റ് എയിൻ. ഇതിൽ നിന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വേർഡ് റൂട്ടിനെ എടുത്ത് എഴുതണം. നമ്മുടെ വേർഡ് റൂട്ട് ഇവിടെ ആരാടാ? ഇവിടുത്തെ വേർഡ് റൂട്ട് ആര് വരും? പെൻറ്റാണല്ലേ. പെൻറ്റാണ് നമ്മുടെ വേർഡ് റൂട്ട് വരുന്നത്. അതിനകത്ത് നിന്ന് എന്ത് മനസ്സിലായി? 5
കാർബൺ ഉണ്ടെന്ന് മനസ്സിലായി ഇതിനകത്ത്. 1 2 3 4 5. ഇത് ആദ്യം തന്നെ ചെയ്യുക. ഓക്കെ, അടുത്ത ആരെ നോക്കണം? അടുത്ത നമുക്ക് ഇനി ആരെ നോക്കണം? സഫിക്സിനെ നോക്കണം. അപ്പൊ സഫിക്സ് വരുമ്പോൾ ഇവിടെ ആരാ വരുന്നത്? ANE അല്ലേ വന്നേക്കുന്നത്? എയിനാ വന്നേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഈ കാർബണിന്റെ ഒക്കെ ഇടയിൽ ആരാ ഉള്ളത്? സിംഗിൾ ബോണ്ട് ആണോ ഉള്ളതെന്നാ ഇതിനകത്തുനിന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, ഇനി അടുത്ത് നെയിം ഓഫ് ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ് നോക്കുക. നെയിം ഓഫ് ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ്, നമ്മുടെ ബ്രാഞ്ച് വന്നേക്കുന്നതിന്റെ ആൽക്കൈൽ ഗ്രൂപ്പുകൾ ആരാന്ന് നോക്കുക. ഇവിടെ ആരാ വന്നേക്കുന്ന? ഡൈമീതൈലാന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ആരാന്ന് എഴുതുക? മീതൈലാന്ന് എഴുതുക. മീതൈലാകുമ്പോ ആരാ? CH3 അല്ലേ? അത് CH3 ആണ്. ഇനി അടുത്തത് പൊസിഷൻ നോക്കുക. ബ്രാഞ്ചിന്റെ പൊസിഷൻ നോക്കിക്കേ, എവിടെയൊക്കെയാ പറഞ്ഞേക്കുന്നത്? 2ലും 3ലും. അപ്പൊ ഞാൻ ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടെന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കുക. ഇത് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാമല്ലോ, നമ്മളല്ലേ സ്ട്രക്ചർ എഴുതാൻ വേണ്ടി പോകുന്ന. അപ്പൊ ഇതിനെ 1 2 3 ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് കൊടുത്തു. അപ്പൊ 2ലും 3ലും ആര് വന്നു? CH3 വന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കി ഹൈഡ്രജനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ പോരെ? അപ്പൊ ഇവിടെ ഒരു വാലൻസി പോയി, കാർബണിന് 4 വാലൻസി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? CH3. ഇവിടെ 1 2 3 ഫില്ലായി, ഒരു H മതി. ഓക്കെ, ഇനി അടുത്തയാണെങ്കിൽ 1 2 3 ഇവിടെ ഫില്ലായി, ഒരു H മതി. ഇവിടെ ആണെങ്കിൽ CH2, ഇവിടെ ആകുമ്പോൾ CH3. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഇവരുടെ പേര് വരുന്നത്. CH3 CH CH3 CH CH3 CH2 CH3. ഇതാണ് 2 3 ഡൈമീഥൈൽ പെന്റേൻ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത്. നമുക്കിനി അടുത്ത കോമ്പൗണ്ട് നോക്കാം. 2 2 3 ട്രൈമീഥൈൽ പെന്റേൻ വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവരുടെ പേരെങ്ങനെ വരും? ആദ്യം നമ്മൾ ഇവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് നോക്കുക. ട്രൈമീഥൈൽ പെന്റ് എയിൻ. ഓക്കെ, വേർഡ് റൂട്ട് ഇവിടെ ആരാണ് കിട്ടിയത്? നമ്മുടെ വേർഡ് റൂട്ട് ഇവിടെ ആരാ? ഇവിടെ വേർഡ് റൂട്ട് കിട്ടിയേക്കുന്നത് പെന്റാണല്ലേ? പെന്റാണ് കിട്ടിയേക്കുന്നത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? 5 കാർബൺ ഉണ്ട്. നമ്മുടെ മെയിൻ ചെയിനകത്ത് 5 കാർബൺ ഉണ്ടെന്ന് മനസ്സിലായി പെന്റിനകത്ത്. ഇനി ഇവിടുത്തെ സഫിക്സ് ഇവിടെ ആരാ? സഫിക്സ് ഇവിടെ വന്നേക്കുന്നത് ANE ആണല്ലേ? എയിനാണ് വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ ഇടയിലൊക്കെ ആരാ ഉള്ളത്? സിംഗിൾ ബോണ്ട് ആണോ ഉള്ളതെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത ട്രൈമീഥൈൽ എന്ന് പറഞ്ഞേക്കുന്ന. അപ്പൊ അത് ഏതൊക്കെ പൊസിഷനില? 2 2 3. അപ്പൊ ഞാൻ ഇവിടുന്ന് നമ്പറിങ് ചെയ്യുക. 1 2 3 4 5 എന്നുള്ള രീതി കൊടുത്തു. ഇവിടെ ഒരു CH3 വരുന്നുണ്ട്, ഇവിടെ ഒരു CH3. മീഥൈൽ അല്ലേ നമ്മുടെ ബ്രാഞ്ച് ആയിട്ട് വരുന്നത്? ട്രൈമീഥൈൽ 3 മീഥൈൽ വരുന്നുണ്ടെന്നാ. അത് എവിടെയൊക്കെയാന്നാ പറഞ്ഞേക്കുന്നത്? 2ലും 2ലും 3ലും. അപ്പൊ 2 ഇവിടെ ഒരെണ്ണം കൊടുത്തു 3ല്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി ഹൈഡ്രജനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ പോരെ? ഇവിടെ എന്ത് കിട്ടും? ഇവിടെ H3, ഇവിടെ 4 വാലൻസി 4 വരെയും ഫില്ലായി, ഇവിടെ 3 ഫില്ലായി. അതുകൊണ്ട് ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ 2 ഉള്ളൂ, 2 കൊടുത്തു. CH2 CH3. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വന്നാൽ എങ്ങനെ പേര് കൊടുക്കണമെന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ആൽക്കേന്റെ ഒരു ബ്രാഞ്ച് വന്നാൽ എങ്ങനെ പേര് കൊടുക്കാം, ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വന്നാൽ എങ്ങനെ പേര് കൊടുക്കാം എന്നൊക്കെ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ കാർബണുകളുടെ ഇടയിൽ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടൊക്കെ വന്നാൽ എങ്ങനെ പേര് കൊടുക്കും. ഇത്രയും നാളെ നമ്മൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ പഠിച്ചത്. ഇനി ഡബിളോ ട്രിപ്പിളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ എന്തെന്ന് പറയൂടാ? അൺസാച്ചുറേറ്റഡ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അതിന്റെ പേരെങ്ങനെ കൊടുക്കാമെന്ന് അടുത്ത ക്ലാസ് നമുക്ക് നോക്കാം.